ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ, പത്തനംതിട്ട സീതത്തോട് നിന്നുമാണ്. 4 സൈഡുകളിൽ ഇതുപോലെ വലിയ മലനിരകൾക്ക് നടുവിലാണ് ഞങ്ങളുടെ സീതത്തോട് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഉരുളുപൊട്ടിയ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ സീതത്തോട് എവിടെയാണ്. ഞാൻ എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ സീതത്തോടെന്ന്. പത്തനംതിട്ടയിലെ ഒരു കുഞ്ഞു ഗ്രാമമാണ് സീതത്തോടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും മനസ്സിലാകത്തില്ല. കേട്ടിരുന്നു മൂളി പോകാവുന്ന. ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആയ ഗവി സ്ഥിതി ചെയ്യുന്നത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ്. നിങ്ങൾക്ക് അറിയാമോ അത്? ഓർഡിനറി സിനിമ വന്നതോടെ നമ്മുടെ ഗവി അങ്ങ് ഫേമസ് ആയെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങൾ ആർക്കും അറിയത്തില്ല. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണല്ലോ ഗവി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ സീതത്തോടുകാർക്ക് ഗവിയിലേക്ക് പോകാൻ വലിയ പാസ് ഒന്നും വേണ്ട. ഞങ്ങളുടെ സീതത്തോടിലെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാം. ഒത്തിരി ആൾക്കാർ ഭയങ്കര ഭയത്തോടെയാണ് ആ വീഡിയോ കണ്ടത്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ കണ്ടത്. എല്ലാവരോടും എനിക്ക് ഭയപ്പെടണ്ടെന്ന് മാത്രം പറയാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് എന്ന് മാത്രമല്ല, ഇതൊക്കെ കണ്ട് അനുഭവിച്ചു തന്നെയാണ് നമ്മൾ ഈ നാട്ടിൽ ഇത്രയും നാളും വളർന്നത്. അതിലൊരു തവണ മാത്രമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ ആ അനുഭവിച്ച കാര്യങ്ങളൊന്ന് എത്തിക്കാൻ സാധിച്ചു. മലകളും കുന്നുകളും നിറഞ്ഞ സ്ഥലമാണിത്. ഇതൊക്കെ കൂടുതൽ കണ്ടറിഞ്ഞ മനുഷ്യരുമാണ് ഇവിടെ ജീവിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരും ഭൂമി നഷ്ടപ്പെട്ടവരുമായിട്ട് ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇതൊന്നും നഷ്ടമാകാതെ പൈസ കിട്ടിയവരും ഉണ്ട്. ഇതൊക്കെ നഷ്ടമായിട്ട് ഇതുവരെയും പൈസ കിട്ടാത്ത ആൾക്കാരും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ്. നിങ്ങളിപ്പോൾ കണ്ടത് കോട്ടപ്പാറ അമ്പലമാണ്. നമ്മുടെ സീതത്തോട്ടിലെ ഏതൊരു മുക്കിലും മൂലയിലും നിന്നാൽ ഈ അമ്പലം കാണാം. അത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതേ മലയിൽ തന്നെയാണ് എൻ്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ, വലിയൊരു കയറ്റം കയറി വന്ന് വലിയൊരു വളവ് തിരിയുമ്പോൾ പിന്നെ ഒരു നിരപ്പ് സ്ഥലം. ഇതൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞാനൊക്കെ 1 മുതൽ 12-ാം ക്ലാസ് വരെ ഈ ഒരു റോഡ് വഴി നടന്നു പോയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ അവിടെ നിന്ന് ഇതുപോലെ പിള്ളേര് നടന്നു പോയി തന്നെയാണ് പഠിക്കുന്നത്. കുറച്ച് ആൾക്കാർ മാത്രം സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ കാണും സ്കൂൾ വിട്ട് നടന്നു വരാൻ. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഈ കയറ്റവും ഈ ദൂരവും ഒക്കെ നമ്മൾ മറന്ന് ആസ്വദിച്ചാണ് നടക്കാറ്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പലരും പല നിലയിലായിട്ടുണ്ട്. ഇപ്പോഴും ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ഒക്കെ ആയിട്ടുണ്ട്. അതിൽ ഞാനും എഞ്ചിനീയർ ആയിട്ടുണ്ട്. ഞാനിപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അതെൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് ഞാനിപ്പം ജോലി നിർത്തിയിരിക്കുന്നത്. എഞ്ചിനീയർ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പൈസ കിട്ടുന്നത് പോലെ ഒരു ജോലിയൊന്നും ആയിരുന്നില്ല എനിക്ക് കിട്ടിയിരുന്നത്. ഈ വീട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ പണികളൊക്കെ നടക്കുക. JCB വെച്ച് മണ്ണൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഉരുള് പൊട്ടിയതും ഇതുപോലെ വന്ന നാശനഷ്ടങ്ങളൊക്കെ കാണാൻ നമ്മുടെ ജില്ലാ കളക്ടറും MLA ഒക്കെ നമ്മുടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. അവർ വന്നു പോയതിനു ശേഷം ഇടിഞ്ഞ റോഡും ഇതുപോലെ മണ്ണൊലിച്ചു കയറിയ വീടും ഒക്കെ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നുണ്ടായത് ഉരുൾപൊട്ടലല്ല, മണ്ണിടിച്ചിലാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു. സംഭവ സ്ഥലത്ത് വന്ന അധികാരികളെല്ലാം തന്നെ അത് ഉറപ്പിച്ചു, അത് ഉരുൾപൊട്ടലാണ്, മണ്ണിടിച്ചിലല്ല എന്ന്. അവർ ഉറപ്പിച്ചില്ലെങ്കിലും കണ്ട് നമുക്കത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, കണ്ടതും അനുഭവിച്ചതും ഒക്കെ നമ്മൾ തന്നെയല്ല. ഞാനൊക്കെ സ്കൂളിൽ ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് ജീപ്പായിരുന്നു കേട്ടോ ഇതുവഴി പോകാറുള്ളത്. കാറൊന്നും അധികം പോകത്തേ ഇല്ലായിരുന്നു. കാരണം കോൺക്രീറ്റ് റോഡല്ല, ഇടയ്ക്ക് മൺ റോഡ്, ഇടയ്ക്ക് കോൺക്രീറ്റ്, അങ്ങനെയായിരുന്നു. അതിനുശേഷം PWD ഇത് ഏറ്റെടുത്ത് കുറച്ചിട ടാർ ചെയ്തു. കോൺക്രീറ്റ് ചെയ്തതിന്റെ മണ്ടയ്ക്കൂടെ ടാർ ചെയ്തു. പണ്ട് മുതലേ ഇവിടെ വീടുകളൊന്നും ഇല്ല. നമ്മളെല്ലാം തന്നെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഇതുവഴി തന്നെ യാത്ര ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് അധികം ഭയവും ഇല്ല. എൻ്റെ വീട് വരെ 4 കിലോമീറ്റർ ഉണ്ട്. ആ 4 കിലോമീറ്റർ രാവിലെ നടന്നും വൈകിട്ടും നടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്, ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ. അന്നത്തെ ഒരു കഷ്ടപ്പാടും ദുരിതമൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആ കയറ്റമൊക്കെ കയറി വരുമ്പോൾ നമ്മുടെ കയ്യിലെ വെള്ളമൊക്കെ തീരും. സ്കൂളിൽ കൊണ്ടുപോയിട്ട് വൈകിട്ട് കുപ്പിയിൽ വെള്ളം കാണത്തില്ല. അങ്ങനെ ആ കയറ്റത്തുള്ള ചില വീടുകളിലൊക്കെ കയറി വെള്ളം കുടിക്കും. ചില വീടുകളിൽ ചിലപ്പോൾ നമുക്ക് വെള്ളം കിട്ടാറുമില്ല. കാരണം അവർക്കും ജലക്ഷാമമൊക്കെ ഉള്ള സമയത്ത് നമുക്കൂടെ വെള്ളം തന്നാൽ അവരുടെ കാര്യം തീരും. അങ്ങനെ ദാഹിച്ച് വലഞ്ഞ് വീട്ടിൽ വന്ന അവസ്ഥകളും ഞങ്ങൾക്കിടയിലുണ്ട്. എപ്പോഴും ഇതുവഴി നടന്നു പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് നമ്മൾ പോയിരുന്ന ആ സ്പീഡിൽ നമുക്ക് നടന്ന് കയറി വരാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലത്തേക്ക് സ്ഥിരമായിട്ട് നടക്കുവാണെങ്കിൽ അതിന്റെ ദൂരം കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അധികം ഒന്നും ദൂരം ഉള്ളതായിട്ട് തോന്നത്തില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. ഇതുപോലെ കുറേ അനുഭവങ്ങളുള്ള പലരും കാണും. പണ്ട് ചേച്ചിക്ക് രാവിലെ ട്യൂഷൻ 7 മണിക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇതുവഴി നടന്നു പോയിട്ട് ഒരു തവണ പന്നിയൊക്കെ ഓടിച്ചിട്ടുണ്ട് ചേച്ചി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കാട്ടിലെ പന്നിയല്ല നാട്ടിൽ പോയെന്ന്. കാരണം ഇവിടെങ്ങും പന്നിയെ കാണാനേ ഇല്ല. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ജനങ്ങളും ഇപ്പൊ ഇവിടെ താമസിക്കാനും ഇല്ല. റോഡൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, മഴ പെയ്ത് തോർന്നു കിടക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു അമ്മയും പപ്പയും എത്രയും വേഗം സേഫസ്റ്റ് സ്ഥലത്തേക്ക് മാറ്റൂ. ശരിക്കും പറഞ്ഞാൽ
അവരുടെ ജീവിതത്തിലെ സേഫസ്റ്റ് പ്ലേസിലാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ വായു ശ്വസിക്കുന്നു, അവർ ആസ്വദിച്ച് ഇഷ്ടത്തിന് അവരുടെ കൃഷികൾ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സീതത്തോട് പഞ്ചായത്തിലോ ഇതിൻ്റെ ഏരിയയുടെ അതിർത്തിയിലോ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് വേഗം എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സീതത്തോട് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ പറയും വേഗം പത്തനംതിട്ടയിൽ കൊണ്ടുപോകും. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പണ്ടത്തേതുപോലെ ഒരു ഹാപ്പിയസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. എനിക്കിതിൽ അറിയാത്തവരും ഉണ്ട്, ഞാനപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അതായത് എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞും ഒക്കെയാണ്. ചേച്ചിയെ കണ്ട എൻ്റെ അനിയത്തിയായിട്ട് തോന്നും. ഇതാണ് എൻ്റെ ചേച്ചി കേട്ടോ. അമ്മയുടെയും പപ്പായുടെയും ഒക്കെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ അറിയാം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ്. അമ്മയെ പിന്നെ നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് അമ്മ കേട്ടോ. അമ്മ വലിയൊരു മൃഗസ്നേഹിയാണ്, പപ്പയാണ് കേട്ടോ ഇത്. അമ്മയ്ക്കെന്ന് പറയുമ്പോൾ ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ പറഞ്ഞു തീർക്കും. അങ്ങനെ അപ്പോഴാണ് വലിയ മഴയും പെയ്തു. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ വലിയ മഴയും. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് സമയം ഈ മഴയൊക്കെ തോന്നുന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഉരുളുപൊട്ടിയെടുത്ത് റോഡെല്ലാം വൃത്തിയാക്കി എന്ന് അമ്മ പറഞ്ഞു. അവിടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടേക്ക് പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞ് വീണ് റോഡിലൊക്കെ മുഴുവൻ മണ്ണായിരുന്നു കേട്ടോ. മഴ തോർന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ ചാറ്റലൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ പച്ചപ്പ് മാത്രം കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. മഴയൊന്ന് തോർന്ന സമയം കൂടി ആയതുകൊണ്ട് നല്ല കോടമഞ്ഞും അങ്ങനെയൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ കിട്ടിയത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇതുപോലെ വലിയ മലനിരകളാണ് ഞങ്ങളുടെ ഇവിടെ കൂടുതലും ഉള്ളത്. ഓരോ മലയും ഓരോ സ്ഥലങ്ങളുടെ അതിർത്തികളായിരിക്കും ചിലപ്പോൾ. ഒക്കെ കിട്ടി കേട്ടോ. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ റബ്ബറെല്ലാം മുറിച്ചു. ആൾതാമസം ഇനി അങ്ങോട്ട് കിലോമീറ്ററുകൾ അങ്ങോട്ടേക്ക് ആൾതാമസം ഉണ്ട്. ഇവിടെയാണ് ഉരുൾ പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ച സ്ഥലമൊക്കെ. ഇത് നല്ല റെഡിഷ് കളർ, അതുകൊണ്ട് അവിടെ പേരമരം നിൽപ്പുണ്ടോ. ഇതാ പേരയും താഴെ വീണതാണ്. ഈ കളറാണ് പേരയ്ക്ക്. വ്യൂ ഒക്കെ നല്ല രസമാണ് കാണാൻ, ഭംഗി കണ്ടോ. ഇതാരും കുഴിച്ചു വെച്ചിട്ടുണ്ടായ പേരയ്ക്കൊന്നും അല്ല കേട്ടോ. ഇവിടെ കാട്ടിൽ തന്നെ വളർന്നു വന്ന പേരയാണ്. അതുകൊണ്ട് നല്ല മധുരവും നല്ല കളറും ഒക്കെയാണ്. ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ നിന്ന് ഇനിയും കുറെ ഒരു 10-20 ആൾക്കാരോളം ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ താമസമുള്ള സ്ഥലത്താണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായത്. ഇതായിരുന്നു ഞാൻ അന്ന് കാണിച്ച സ്ഥലം. ഇവിടെ അധികാരികളൊക്കെ വന്ന് നോക്കിയിരുന്നു. അതിനുശേഷം ഈ റോഡ് വീതിയിൽ പണിയാൻ വേണ്ടി JCBയിൽ കുറെയൊക്കെ വെട്ടിയെടുത്തു. അങ്ങനെ JCBക്ക് ഇതിന് വീതി കൂട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചു. നിങ്ങളൊക്കെ കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റും. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എൻ്റെ ചാനലിൽ കാണിക്കുന്ന പരസ്യങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. കാണാൻ മനസ്സുള്ളവരും ആഗ്രഹമുള്ളവരും മാത്രം കണ്ട് നമ്മളെ സപ്പോർട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കണ്ട വ്യൂസിനല്ല നമുക്ക് പൈസ, കണ്ട പരസ്യങ്ങൾക്കാണ് നമുക്ക് പൈസ. ഈ മഴയൊക്കെ മാറിയിട്ട് നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുള്ള ഈ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവരാൻ. വീഡിയോ ഇഷ്ടമായവർ എൻ്റെ കൂടെ കൂടിക്കൂ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ബൈ.